മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിന്റെ വികസന സെമിനാർ നടന്നു. മുണ്ടക്കയം CSI പാരിഷ് ഹാളിൽ നടന്ന സമ്മേളനത്തിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് അധ്യക്ഷത വഹിച്ചു. പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളം ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ട കാലഘട്ടമാണ്. നമുക്കറിയാം, കോവിഡ് മഹാവ്യാധി ആധുനിക മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി സൃഷ്ടിച്ച ഒന്നാണ് കോവിഡ് മഹാവ്യാധി. നമ്മൾ വൈദ്യശാസ്ത്ര രംഗത്തും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെയും വിവര സാങ്കേതിക വിദ്യയുടെയും അടിസ്ഥാനത്തിൽ നേടിയെടുത്ത എല്ലാ നേട്ടങ്ങളെയും നിഷ്പ്രഭമാക്കി ഏതാണ്ട് 2 വർഷക്കാലത്തോളം നമ്മുടെ നാടിനെ നിശ്ചലമാക്കിയ മഹാവിപത്തായിരുന്നു നാം നേരിട്ട കോവിഡ്. അതിലൂടെ നമുക്ക് കോടിക്കണക്കിന് രൂപയുടെ ഉൽപാദന നഷ്ടം, തൊഴിൽ നഷ്ടം, വരുമാന നഷ്ടം, വളർച്ചയുടെ തടസ്സം, പുരോഗതിയുടെ പ്രതിസന്ധി എല്ലാം നമ്മൾ നേരിട്ടു. അതോടൊപ്പം കോവിഡിനെ അതിജീവിക്കാൻ കോടിക്കണക്കിന് രൂപയുടെ അധിക സഹായം, അധിക വൈദ്യശാസ്ത്ര രംഗത്തെ തുകകൾ വിനിയോഗിക്കൽ നമുക്ക് ആവശ്യമായി വന്നു. മറ്റൊന്ന്, സമാനതകളില്ലാത്ത പ്രളയം. വലിയൊരു പ്രളയത്തെയാണ് നമ്മൾ നേരിട്ടത്. നമ്മുടെയൊക്കെ ജീവിതകാലത്തുണ്ടായതിലെ ഏറ്റവും വലിയ പ്രളയമായിരുന്നു 2021. അതിനു മുമ്പ് 2018-ലും 2019-ലും നമ്മുടെ നാട് ഏറ്റവും വലിയ പ്രതിസന്ധിയെ പ്രളയത്തിന്റെ രൂപത്തിൽ നമുക്ക് നേരിടേണ്ടതായിട്ട് വന്നു. ഈ പ്രളയം മൂലം നമ്മുടെ റോഡുകൾ തകർന്നു, നമ്മുടെ സർക്കാർ ഓഫീസുകൾ തകർന്നു, നൂറുകണക്കിന് ആളുകൾ. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീലമ്മ ഡൊമിനിക് സ്വാഗതം ആശംസിച്ചു. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് പഞ്ചായത്ത് പ്രോസസിംഗ് റിപ്പോർട്ട് പ്രകാശനവും മുഖ്യപ്രഭാഷണവും നടത്തി. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് ജോയിന്റ് BDO VA ഷാനവാസ് സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളുടെ വീഡിയോ പ്രസന്റേഷൻ നിർവഹിച്ചു. മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി S. ഷാഹുൽ അഹമ്മദ് പഞ്ചായത്ത് തല വികസന പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ PR അനുപമ, ശുവേഷ് സുധാകരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ PK പ്രദീപ്, ജോഷി മംഗലം, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ CV അനിൽകുമാർ, ഷിജി ഷാജി, സുലോചന സുരേഷ്, ഫൈസൽ മോൻ, പ്രസന്ന ഷിബു, ദിലീഷ് ദിവാകരൻ, KN സോമരാജൻ, രാജേഷ് PA, ബിൻസി മാനുവൽ, റേച്ചൽ KT തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.